വയനാട് ജില്ല ഏറ്റവും മനോഹരമാണ്. കേരളം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും മനോഹരമാണ്. അത് നമുക്ക് മാത്രമാണ്, മലയാളികൾക്ക് മാത്രമാണ് മനസ്സിലാവാത്തത്. ഇവിടെ പെയ്യുന്ന മഴയ്ക്കൊരു ഭംഗിയുണ്ട്. ലോകത്ത് ഉദാഹരണമായി മിനിഞ്ഞാന്ന് ഇവിടെ പെയ്ത മഴ UAE പെയ്തിരുന്നെങ്കിൽ UAE ഉണ്ടാവില്ലായിരുന്നു. അത്രമാത്രം ശക്തിയിൽ പെയ്യുന്ന മഴ, അത് ഏറ്റെടുക്കുന്ന ഭൂമി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമാക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. നമ്മുടെ കക്കയം ഡാമിലേക്ക് വൈദ്യുതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബാണാസുര സാഗർ, ആ പദ്ധതി അല്ലെങ്കിൽ ആ അണക്കെട്ട്, അതിൻ്റെ മേലെയുള്ള കുന്നും പ്രദേശങ്ങൾ ഒക്കെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ ബത്തേരി ഭാഗത്ത്, പുൽപ്പള്ളി ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളെ റോഡ് സൈഡിൽ മേയുന്നത് കാണുന്നത് ഏറ്റവും മനോഹരമാണ്. അതിലൊക്കെ അപ്പുറത്ത് മാനന്തവാടിയിൽ പഴശ്ശിരാജയുടെ അമ്പലം അടക്കം, തിരുനെല്ലി ക്ഷേത്രം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായി വെള്ളം പുഴയിൽ നിന്ന് കൊണ്ടുവരുന്നത് എത്രയോ മേലയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്ത് നിന്ന് കരിങ്കൽ പാത്തിയിലൂടെയാണ് ആ പ്രദേശത്തേക്കുള്ള വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും വെള്ളം തിരുനെല്ലിയുടെ അമ്പലത്തിൻ്റെ പൂജയ്ക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ എത്തുന്നത് ആ കരിങ്കൽ പാത്തിയുടെ ആണ്. അന്ന് ആ നൂറ്റാണ്ടിൽ ആര് അങ്ങനെ സംഘടിപ്പിച്ചു എന്ന് നോക്കിയാൽ വളരെ അത്ഭുതകരമായിട്ട് തോന്നും. അതുപോലെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ, മേപ്പാടിയിലെ വെള്ളച്ചാട്ടം, അതുപോലെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എടക്കൽ ഗുഹ, അതുപോലെ ബത്തേരിയിൽ തന്നെയുള്ള ടിപ്പു സുൽത്താൻ പണ്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന, അതുകൊണ്ടാണ് സുൽത്താൻ ബാറ്ററി എന്ന് പേര് വരാൻ കാരണം. വെടിക്കോപ്പുകൾ കേന്ദ്രമാക്കി മാറ്റിയ സുൽത്താൻ ബത്തേരി, അതുപോലെ തന്നെ പുൽപ്പള്ളി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഏറ്റവും മനോഹരമാണ്. ചുരം 3 ചുരത്തിൽ കൂടിയാണ് നമുക്ക് കയറി വരാൻ പറ്റുക. ആ ചുരം എന്ന് പറയുന്നത്